വിദേശത്ത് പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ നാട്ടിലുമൊക്കെ വിദ്യാലയങ്ങളിലും പൊതുനിരത്തിലും ആളുകൾ നിറയൊഴിച്ചു വെടിവെച്ച് കൊന്നു എന്നൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങാറുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ അടുക്കള തോട്ടങ്ങളിലും നമ്മുടെ അടുക്കള വാതിൽക്കലും നമ്മുടെ നിരത്തുകളിലുമൊക്കെ ആളുകൾ നിറയൊഴിക്കുകയാണ്. പോലീസ് ക്യാമ്പിൽ വെടിയുതിർത്ത് മരിച്ച പോലീസുകാരുണ്ട്, CISF ജവാന്മാരുണ്ട്. അതിനുശേഷം വീടുകളിലും തോട്ടങ്ങളിലുമൊക്കെ ആളുകൾ നിറയൊഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പാലക്കാട് കല്ലടിക്കോട് 2 ചെറുപ്പക്കാർ, ഒരാൾക്ക് 45 വയസ്സ് പ്രായം, അയാളുടെ പേര് ബിനു എന്നാണ്. മറ്റൊരാൾക്ക് വയസ്സ് 25 അയാളുടെ പേര് നിതിൻ, അയാളൊരു ഇലക്ട്രീഷ്യനാണ്. അമ്മ വിധവയാണ്. അച്ഛൻ ഐസക് കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, സൗമ്യനാണ്, ആരോടും വഴക്കിന് ഒന്നും പോകുന്ന വ്യക്തിയല്ല ഈ നിതിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഈ നിതിന് എങ്ങനെ കൊല്ലപ്പെട്ടു? ഈ ബിനു എന്തിന് നിതിനെ കൊന്നു? ഇതാണ് വലിയ ചോദ്യചിഹ്നം. പെട്ടെന്ന് ഉണ്ടായ പ്രകോപനമൊന്നുമല്ല ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് നൽകുന്ന സന്ദേശം. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ ബിനുവിൻ്റെ വണ്ടിയുടെ പുറകിൽ കയറി നിതിൻ യാത്ര ചെയ്യുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ഇവരെങ്ങോട്ടാണ് പോയിരുന്നതെന്ന് അറിയില്ല. ഇവർ തമ്മിൽ അങ്ങനെ പരസ്യമായ സൗഹൃദം, നിരന്തര സൗഹൃദമുള്ളതായി നാട്ടുകാർക്കറിയില്ല. നിതിനൊരു സാധു ചെറുപ്പക്കാരനാണ്, ഇലക്ട്രിക്കൽ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. മറ്റൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന്, അഭിമുഖത്തിന് പോകാനിരിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ബിനുവും നിതിനും തമ്മിൽ, അല്ലെങ്കിൽ നിതിനോട് ബിനു എന്തോ മോശമായി പെരുമാറി എന്ന ഒരു കാര്യം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് നാട്ടുകാർക്ക് അറിയാവുന്നത്. സ്റ്റേഷനിൽ വരെ വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അപ്പം ഞാൻ ചോദിച്ചെൻ്റെ മകന് വല്ല കുഴപ്പമുണ്ടോ? മകന് കുഴപ്പമില്ല, നിങ്ങളുടെ വാതിക്കൽ ഒരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോൾ കാളിബിനുവാന്ന് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്ന്. ഭീഷണിയൊന്നുമില്ല, മിനിഞ്ഞാന്നും കൂടെ ഞാൻ അവനെ കണ്ടതല്ലേ. പിന്നെ അവനെന്തോന്ന് അർപ്പന ഇവനോട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്താന്ന് എനിക്കറിയത്തില്ല. ഇവന് ഇച്ചിരി കടത്തി വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതായാലും വെടിയുതിർത്ത് ഒരാളെ കൊല്ലുക, കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കാട്ടുപന്നികൾ ധാരാളം ഉള്ളപ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതുകൊണ്ട് തോക്കൊക്കെ ആളുകളുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, തോക്കുകളെക്കുറിച്ചുള്ള പരസ്യം ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് ധാരാളം. 16 പെല്ലറ്റ് ഇടാവുന്ന എയർ ഗണ്ണ്, ഒരു റൗണ്ടിൽ 8 ബുള്ളറ്റ് വരെ പോകുന്ന ഗണ്ണ്, അങ്ങനെയൊക്കെ പരസ്യങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ ആർമറി ഷോപ്പുകളുടെ പരസ്യം ധാരാളം വരാറുണ്ട്, പണ്ട് മുതലേ വരാറുണ്ട്. അപ്പോഴൊന്നും ആരും ഗൗനിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എയർ ഗണ്ണുകളുടെ പരസ്യം ധാരാളമുണ്ട്. എയർ ഗണ്ണ് ലൈസൻസ് വേണ്ടാത്ത തോക്കാണ്, കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന തോക്കാണ്. ഇത് നമുക്ക് സൂക്ഷിക്കാം, ലൈസൻസ് വേണ്ട. അങ്ങനെ മിക്ക ആളുകളുടെയും കയ്യിൽ എയർ ഗണ്ണുണ്ട്. നമ്മുടെ PC ജോർജ് MLA ഒക്കെ ആണെങ്കിൽ ലൈസൻസ് ഉള്ള തോക്ക് തന്നെ അരക്കെട്ടിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്, എടുത്ത് ഷൂട്ട് ചെയ്യുമെന്ന് പേടിപ്പിച്ചിട്ടൊക്കെ ഉള്ള വ്യക്തിയാണ്. അങ്ങനെ ഇമാതിരിയുള്ള സാധനങ്ങളൊക്കെ കണ്ട് ആളുകൾ കോരിത്തരിച്ച് തോക്ക് അരയിൽ തിരികെ നടക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളുമെന്ന് ഉറപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കല്ലടിക്കോട് ഉണ്ടായിരിക്കുന്നത്. അത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ തോക്കിൻ്റെ പരസ്യമൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. മാത്രമല്ല, കല്ലടിക്കോട് ഉണ്ടായ സംഭവം ദാരുണമായ സംഭവമാണ്. ഇതെങ്ങനെയാണ് അറിയുന്നത് പുറത്ത്? ഈ ബിനു എന്ന ആളിൻ്റെ ഡെഡ് ബോഡിയാണ്. അനിൽകുമാർ എന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ടാപ്പിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി റോഡിൽ ഒരു ആള് കമഴ്ന്ന് കിടക്കുന്നു. അയാൾ തിരിച്ചിട്ട് നോക്കുമ്പോൾ അയാളുടെ ഇടത് നെഞ്ചിൽ വലിയ മുറിവ്. അത് തോക്ക് ചേർത്ത് വെച്ച് വെടിവെച്ചതാണ്. ഇയാളുടെ തൊട്ടടുത്ത് ഒരു തോക്ക് കിടപ്പുണ്ട്. നാടൻ തോക്കാണ്, ലൈസൻസ് വേണ്ടാത്ത തോക്കാണ്, ലൈസൻസ് ഇല്ലാത്ത തോക്കാണ്. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ കൊണ്ടുപോകുന്ന തോക്കാണ്. ഇയാളുടെ അരക്കെട്ടിൽ 15ഓളം തിരകളും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ അനിൽകുമാർ പോലീസിനെ അറിയിച്ചു, നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി. പോലീസ് വന്ന് സമീപ പ്രദേശത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 150 മീറ്റർ അകലെയാണ് നിതിനിൻ്റെ വീട്. ആ നിതിൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ് നിതിൻ്റെ മൃതദേഹം കാണുന്നത്, ഡെഡ് ബോഡി കാണുന്നത്. നിതിൻ ഒരു കത്തി കയ്യിൽ പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. നിതിൻ ആയുധമെടുത്ത് ബിനുവിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇയാൾ തോക്കെടുത്ത് നിതിനെ നിറയൊഴിക്കുന്നത്. കാരണം ഇടത് കക്ഷത്തിനോട് ചേർന്നാണ് വെടി. കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഈ ബിനു നിതിനെ വെടിയുതിർത്തിട്ടുള്ളത്. ആ കുറ്റബോധത്തിലാകണം ഇയാളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴി ഇയാൾ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തതെന്ന നിഗമനത്തിലാണ് പോലീസ്. പക്ഷേ ഇവർ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണം എന്താണ്? അതിന് ഇവരുടെ സുഹൃത്തുക്കളെ, ഇവർക്ക് പൊതുവായുണ്ടായ സുഹൃത്തുക്കളെ, ഇവരുടെ ഫോൺ സംഭാഷണം, ഇവർ ഏതൊക്കെ സമയങ്ങളിലാണ് വിളിച്ചിരുന്നത്, ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നുവോ? ഇയാളെ ചേട്ടായി എന്നാണ്, ബിനു ചേട്ടായി എന്നാണ് നിതിൻ വിളിച്ചിരുന്നത് എന്ന് മാത്രമാണ് നമുക്കറിയുന്നത്. ഏറെ പ്രതീക്ഷയോടെ ഒരു വിധവ വളർത്തിക്കൊണ്ടുവന്ന മകനാണ് നിതിൻ. അപ്പോൾ അയാളുടെ മരണം ആ കുടുംബത്തെ ആകെ ഇരുട്ടിലാഴ്ത്തിയിട്ടുണ്ട്. കല്ലടിക്കോട് എന്ന ഗ്രാമമാകെ കണ്ണീരിലാണ്. ഇതിന് കാരണമാണ് ഞാൻ ഇടയിൽ സൂചിപ്പിച്ച ഈ തോക്കുകളുടെ പരസ്യവും തോക്കുകളുടെ വ്യാപനവും. ഇത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരണം. അതിന് അമാന്തിക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. കല്ലടിക്കോട് ഉണ്ടായത് ദാരുണമായ സംഭവമാണ്. പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു. ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇനി അന്വേഷിക്കേണ്ടത്. ആ ബന്ധത്തിൽ നിന്ന് കൃത്യമായ കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും തോക്കുപയോഗവും തോക്കുകൊണ്ടുള്ള മരണങ്ങളും കേരളത്തിൽ കൂടി വരികയാണ്.